യഥാർത്ഥത്തിൽ ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ലിസ്റ്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനമാണ് നടന്നിട്ടുള്ളത്. നിയമനത്തിന്റെ ലിസ്റ്റാണ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളത്. എംപ്ലോയ്മെന്റിൽ 94 മുതൽ സീനിയോറിറ്റിയിൽ വന്നിട്ടുള്ള ആളുകളുടെ സീനിയോറിറ്റി ലിസ്റ്റാണ് എംപ്ലോയ്മെന്റ് നഗരസഭയ്ക്ക് അയച്ചു തന്നിട്ടുള്ളത് വാക്കൻസിക്ക് വേണ്ടി. അതിൽ 401 ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അതിനുശേഷം നടന്ന പ്രാക്ടിക്കലിൽ കുറെ ആളുകൾ പങ്കെടുത്തില്ല. അങ്ങനെ പങ്കെടുക്കാത്ത ആളുകളെ മാറ്റിക്കൊണ്ടുള്ള ലിസ്റ്റ്, പങ്കെടുക്കാത്ത ആളുകളെ മാറ്റിക്കൊണ്ടുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 50 ആളുകളുടെ നിയമനത്തിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് വഴിയുള്ള നിയമനം തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഭാഗം ശരി. എംപ്ലോയ്മെന്റ് വഴിയുള്ള നിയമനം ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തെളിവ് സഹിതം കോടതിയെ സമീപിക്കാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സമീപിക്കാവുന്നതാണ്. നേരത്തെ സംസാരിച്ച BJP കൗൺസിലർ പറഞ്ഞു വെച്ചത് ഈ പാർട്ടി പ്രവർത്തകരെയാണ് ഇവിടേക്ക് ഇപ്പോൾ നിയമനം നടത്തിയിരിക്കുന്നതെന്നാണ്. എന്നാൽ അവർ വന്ന് ഇവിടെ ജോലി ചെയ്യാതെ പകരം പാർട്ടി ഓഫീസുകളിൽ പോയി ഇരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തിയത്. അത് BJPക്ക് എന്തും പറയാമല്ലോ. നേരത്തെയും പറഞ്ഞു, സമാനമായി ഈ കൗൺസിൽ തുടങ്ങിയ കാലം മുതൽ മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ BJPക്കാർ. അവർക്ക് കഴിഞ്ഞ 2 കൗൺസിലർമാർ, പാപ്പനംകോട് കൗൺസിലർ ആശാനാഥും അതുപോലെ തന്നെ നമ്മുടെ പുന്നക്കാമുകൾ കൗൺസിലറും നടത്തിയ ആരോപണം കൈയോടെ പിടികൂടി. ആശാനാഥ് തന്നെ അവിടെ BJPക്കാർ അവരുടെ പേരിൽ പൈസ വാങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ട സ്ഥിതിക്ക് അതിനെതിരായ നടപടികളും മറ്റും വരുമ്പോ ആ അഴിമതി മറച്ചു വയ്ക്കാൻ ഇതിൽ അഴിമതിയുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ട സാധനമാണിത്. ഇതിനകത്ത് അവര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. ഇത് തികച്ചും എംപ്ലോയ്മെന്റ് വഴി, ഗവൺമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഭാഗമായിട്ടുള്ള എംപ്ലോയ്മെന്റ് വഴി വരുന്ന നിയമനം തെറ്റാണ് എന്ന് അവര് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എംപ്ലോയ്മെന്റിൽ ഒരു കൗൺസിലർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതുകൊണ്ട് 94 മുതൽ നാളിതുവരെ ആ കൗൺസിലർ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ പുതുക്കി വന്നയാളാണ്. ആ വന്ന കൗൺസിലർക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിൽ പേര് വരുന്നു, അവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു, പ്രാക്ടിക്കലിൽ പങ്കെടുക്കുന്നു, അവര് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു വരുന്നത് വരാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ മുമ്പ് എത്രയോ പ്രാവശ്യം എത്രയോ ആളുകൾ ഇവിടെ നിന്ന് ജോലി കിട്ടി പോയി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ നടന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് അഴിമതി? കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? അതെ, പറയണം. അനധികൃതമായ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണോ അപ്പോൾ താങ്കൾ പറയുന്നത്? 100% അനധികൃതമായ നിയമനങ്ങൾ നടന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.